രണ്ട് കപ്പലുകൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുമ്പോഴും തീപിടുത്തമുണ്ടായ വാൻഹായ് ചരക്ക് കപ്പലിലെ അഗ്നിബാധ നിയന്ത്രണ വിധേയമാകാതെ തുടരുന്നു. ഒപ്പം കാണാതായവർക്കുള്ള തിരച്ചിലും തുടരുന്നു. ഇന്നലെ കപ്പലിന് അടുത്തേക്ക് പോലും പോകാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിരുന്നില്ല. നേവിയും കോസ്റ്റ് ഗാർഡുമാണ് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാണാതായ 4 പേർക്കുള്ള തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കപ്പലിലെ തീ കെടുത്തണമെങ്കിൽ കണ്ടെയ്നറുകൾ എടുത്തു മാറ്റണം, അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതാക്കണം. ഇത് രണ്ടും ഇപ്പോൾ സാധ്യമല്ല. കാരണം കപ്പലിൽ അത്രയും സാധനങ്ങളുണ്ട്. മറ്റൊരു സാധ്യത കപ്പലിനെ കൂൾ ഡൗൺ ചെയ്തിട്ട് തീ കുറയ്ക്കുക എന്നതാണ്. അതിനാൽ വെള്ളവും ഫോമും സ്പ്രേ ചെയ്തിട്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികളാണ് തുടർന്നു വരുന്നത്. കപ്പലിൽ ആകെ 620 കണ്ടെയ്നറുകളാണുള്ളത്. നിരവധി കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട്. കണ്ടെയ്നറുകളിലെ പൊട്ടിത്തെറിയും ഇടയ്ക്ക് ഇവ കടലിൽ പതിക്കുന്നതും മറ്റ് കപ്പലുകൾക്ക് രക്ഷാപ്രവർത്തനത്തിനെത്താൻ തടസ്സവുമാകുന്നു. സ്ഫോടനത്തിന് കാരണമായേക്കാവുന്ന ദ്രാവക രൂപത്തിലും ഖരരൂപത്തിലുമുള്ള വസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉള്ളതാണ് ഏറ്റവും അപകടകരമായി തുടരുന്നത്. മലയാളം ടെലിവിഷൻ, കോഴിക്കോട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 18 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്. വിവാഹ പർച്ചേസുകൾക്ക് 2.5% മുതൽ പണിക്കൂലി. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം. കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.